ഹായ്, നമസ്കാരം. യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 9 മന്ത് സ്റ്റാർട്ട് ആയിട്ടുണ്ടേ. അപ്പോൾ ഹോസ്പിറ്റലിൽ പോകാനുള്ള അത്യാവശ്യം സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാനുള്ള ദിവസമായിട്ടുണ്ട് നമുക്ക്. അങ്ങനെ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഒരുപാടൊന്നുമല്ല, കുറച്ച് സാധനങ്ങൾ. കാരണം പണ്ടുള്ളവർ പറയത്തില്ലായിരുന്നു കുഞ്ഞ് ജനിക്ക് മുന്നേ സാധനങ്ങളൊന്നും മേടിച്ച് വെക്കാൻ പാടില്ല എന്നൊക്കെ പറയത്തില്ല. അതുകൊണ്ട് അതുള്ളത് കൊണ്ട് ആണെന്ന് ചോദിച്ചാൽ കേട്ട് കേൾവി ഉള്ളതുകൊണ്ടും ഇതൊക്കെ കൊണ്ട് കുറച്ച് സാധനങ്ങൾ മാത്രമേ മേടിച്ചിട്ടുള്ളൂ. ബാക്കി നമുക്ക് ബേബി വന്നതിന് ശേഷം മേടിക്കാം എന്നുള്ളൊരു അഭിപ്രായത്തിലിരിക്കുവാണ്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ എന്ന് പറയുമ്പോഴത്തേക്കും വാങ്ങിച്ചിട്ടുള്ളതെന്ന് പറയുമ്പോൾ നമുക്കൊരു ബേബിയുടെ സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളൊരു ബാസ്ക്കറ്റാണ് കേട്ടോ. ബേബി ബാസ്ക്കറ്റാണ് മേടിച്ചിട്ടുണ്ട്. അതെ, അപ്പോൾ അത്യാവശ്യം സാധനങ്ങളെല്ലാം ബേബിയുടെ സാധനങ്ങളെല്ലാം ഇതിൽ കൊണ്ടുപോയിരിക്കും എന്ന് പ്രതീക്ഷിച്ചാണ് മേടിച്ചിട്ടുള്ളത്. ഞാനൊരു 8 മന്ത് ഒരു 7 മന്തൊക്കെ ആയപ്പോഴത്തേനും ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ച് തുടങ്ങി, ചെറുതായിട്ടൊക്കെ. പിന്നെ മേടിച്ചതെന്ന് പറയുമ്പം രണ്ട് ബേബി ടവൽസാണ് മേടിച്ചത്. ഒരു ബ്ലൂവും ഒരു പിങ്കും ആണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യ സാധനങ്ങൾ ബാക്കിയാണ് നമുക്ക് അവിടെ ഹോസ്പിറ്റലിൽ തന്നെ മേടിക്കാം. എങ്കിലും അത്യാവശ്യത്തിന് 2 ടവൽ മേടിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു മസ്ലിൻ ഒന്നല്ല കേട്ടോ, നമുക്ക് ഒരു അത്യാവശ്യം നല്ല പ്രൈസ്, നല്ല അഫോർഡബിൾ പ്രൈസിനാണ് മീഷോയിൽ നിന്ന് മേടിച്ചേട്ടോ. 1 2 3 4 5 മസ്ലിൻ ക്ലോത്ത്സാണ് മേടിച്ചിട്ടുള്ളത്. ബേബിക്കായിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇത് ഫുള്ള് ബേബിയുടെ സാധനമാണ് കേട്ടോ. പിന്നെ മേടിച്ചതെന്ന് പറയുമ്പോഴത്തേക്കും ഡ്രൈ ഷീറ്റ്, അതും ഒരു 3 ആണ് മേടിച്ചിട്ടുള്ളത്. കാരണം ബെഡിലൊക്കെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാൻ ഇടുമ്പോൾ ഭയങ്കര ഒരു മുഴക്കം. അപ്പോൾ എൻ്റെ മൈക്ക് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എൻ്റെ സിസ്റ്റർ അവിടെ നിന്ന് എനിക്ക് വീശി തരുവാണ്. ഭയങ്കര ചൂടാണ് ഈ ഒരു സമയത്ത്. ചൂടിൻ്റെ ഞാൻ ആരോടും പറയണ്ടല്ലോ. പിന്നെ ഹോർമോൺ ചേഞ്ചസും വെയിറ്റ് ഓവറായതിൻ്റെയും ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഓൾമോസ്റ്റ് ഫുള്ളുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് 3 ക്ലോത്ത്സാണ് മേടിച്ചിരിക്കുന്നത്. ക്ലോത്ത്സ് അല്ല, ഡ്രൈ ഷീറ്റ് കേട്ടോ. അത്യാവശ്യം നല്ല ഡ്രൈ ഷീറ്റ്സാണ് വന്നിരിക്കുന്നത്. 3 വലിയ പ്രൈസിന് ഒരു 200 രൂപയോ ഒക്കെ ആയിട്ടുള്ളൂ. 200 രൂപയ്ക്ക് അകത്തേ ആയിട്ടുള്ളൂ കേട്ടോ. ഇത് 3 നമുക്ക് മേടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ മേടിച്ചെന്ന് പറയുമ്പോൾ ബേബിക്ക് വേണ്ടിയിട്ട് തന്നെ മസ്ലിൻ്റെ തന്നെ ഫേസ് ടവലാണേ. ഒരു 3 ഫേസ് ടവൽസാണ് മേടിച്ചിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഇതിൽ വരുന്നതാണ് ബേബിക്ക് വാങ്ങിച്ചിരിക്കുന്നത്. ഇത് വലിയ പ്രൈസൊന്നും ആയിട്ടില്ല, തുച്ഛമായ ക്യാഷായിട്ടുള്ളൂ അതിന്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം മറന്നുപോയി, ജബലാസ്. ഒരു കണ്ടില്ലേ, നല്ല ഭംഗിയുള്ളതാണേ. ഒരു 1 2 3 4 5 ജബലാസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ശരിക്കും 5 മതിയോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. 5 പോരാ, 10 പോരാ. പക്ഷേ ഞങ്ങൾ ഇത്രയും മേടിച്ചോളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലും കാര്യങ്ങളും മുൻകൂട്ടി, പണ്ടത്തെ അമ്മമാർ പറയത്തില്ലേ, മുൻകൂട്ടി ഇപ്പം ആരോഗ്യമൊന്നും ഇല്ല. ഡോക്ടേഴ്സ് നമുക്ക് ഹോസ്പിറ്റലിൽ തന്നെ പറയുന്നുണ്ട് മുൻകൂട്ടി സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ച് കഴുകി വൃത്തിയാക്കി വെക്കണമെന്ന്. അപ്പോൾ ഇതുവരെ കഴുകാൻ എന്ന് വെച്ചാൽ അന്ന് എന്നെ ഉണങ്ങി കിട്ടണമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ വെയിലിൻ്റെയൊക്കെ ഒരു ഇതുകൊണ്ട് ഇത് വച്ചുകൊണ്ടിരിക്കുമായിരുന്നു. മഴയൊക്കെ അല്ലായിരുന്നു കുറച്ച് നാളുകൊണ്ട് നമുക്ക്. അങ്ങനെ ഇന്ന് കഴുകണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇതൊക്കെ നിങ്ങളെ കാണിക്കാമെന്ന് പറഞ്ഞ് ഇരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹെഡ് ക്യാപ്പും 3 ക്യാപ്പും പിന്നെ അതിൻ്റെ സോക്സും പിന്നെ നമുക്ക് കയ്യിലിടെ വരുന്ന സംഭവങ്ങളും എല്ലാം കൂടിയാണ്. അപ്പോൾ 3 കളറിലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യ സാധനങ്ങളെന്ന് പറയുമ്പോൾ ഇതാണ്. പക്ഷേ ജബല ഇതാണ് കുഞ്ഞുടുപ്പ് മേടിച്ചിട്ടുള്ളത്. പിന്നെ ഫുൾ വൈറ്റ് ആയിട്ടുള്ള ഒന്നും കൂടിയാണേ. ഇത്രയും സാധനങ്ങളാണ്. പിന്നെ പ്രധാനപ്പെട്ട സാധനം കാണിച്ചില്ല, അതിനടുത്ത് തരും. പിന്നെ പണ്ടുള്ളവർ പറയത്തില്ലേ, നമുക്കും എൻ്റെ മൂത്ത മകൾക്കും ഒക്കെ ഉപയോഗിച്ച സാധനമാണ് പഴയ മുണ്ടൊക്കെ അലക്കി ഉപയോഗിക്കണം എന്നൊക്കെ പറയത്തില്ലേ. അതിന് വേണ്ടിയിട്ട് അലക്കിയ മുണ്ട് 2 എടുത്ത് 2 അല്ല 2-3 ഉണ്ട്. പിന്നെ ബാക്കിയൊക്കെ എനിക്കെല്ലാം ഇതെടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം എടുത്തില്ല എന്ന് മാത്രം. അതും കൂടിയൊക്കെ ഈ ബാഗിലോട്ട് വെക്കണം. അപ്പം ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ബേബിക്ക് വേണ്ടി മാത്രം വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി അത്യാവശ്യം സാധനങ്ങളെല്ലാം വാങ്ങിക്കാനുണ്ട്. അതൊന്നും ഇതിൽ ഉൾപ്പെടുത്താത്തതിൻ്റെ കാരണം എന്ന് പറയുമ്പം അതൊക്കെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് മേടിക്കാതെ ബെഡും അങ്ങനെയുള്ള ബേബി ബെഡും സാധനങ്ങളും എല്ലാം, മൊസ്കിറ്റോ ബെഡുണ്ടല്ലോ, ഇതെല്ലാം നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് അവിടെ നിന്ന് മേടിക്കാം എന്ന് കരുതിയിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇതുവരെ
അതൊന്നും മേടിച്ചില്ല. അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ നമുക്ക് ബേബി നമ്മുടെ കൈ കിട്ടുമ്പോൾ നമുക്ക് ഇതൊന്നും അല്ല കേട്ടോ ഉപയോഗിക്കണം. കാരണം ഹോസ്പിറ്റലിൽ നമ്മൾ ബില്ലടച്ചാൽ മതി. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നാണ് നമുക്ക് കുഞ്ഞിന് സാധനങ്ങൾ അവർ ഫസ്റ്റ് ഉപയോഗിക്കുന്നത്. ടവലായാലും ഇതെല്ലാം കുഞ്ഞിന് ഹോസ്പിറ്റലിൽ ഫസ്റ്റ് ഉപയോഗിക്കുന്നത് അവരാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ അതിനുള്ള ബില്ല് അവിടെ പേ ചെയ്യണം. ഇതെല്ലാം അല്ലാണ്ട് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമേ ഉള്ളതാണ്. അപ്പോൾ ഇത് ഇത്രയാണ് ബേബിക്ക് കൊണ്ടുപോകാനായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരുപാട് വലിച്ചു നീട്ടി ബോറാക്കിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ബേബി ആയിട്ടുള്ള നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുമ്പോൾ എനിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്തൊക്കെ സാധനങ്ങൾ പാക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അത് അടുത്ത വീഡിയോയിൽ വരും. അപ്പോൾ ചച്ച ബൈ ബൈ.